നമസ്കാരം. സ്റ്റാർ വിഷൻ ചാനലിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ വിധി പറയും മുമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും ചൂരിലുമാണ് നാടെങ്ങും. പ്രത്യേകിച്ച് വളരെയേറെ തീക്ഷ്ണമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ ഉറ്റുനോക്കിയാണ് നാട്ടുകാരേവരും. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസുകളുടെ പ്രധാനപ്പെട്ട ഈറ്റില്ലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി. കടുത്തുരുത്തിയിൽ ഇപ്പോൾ മത്സരത്തിനായിട്ട് LDFിലെയും UDFിലെയും പ്രബലമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ UDFിൽ നിലവിലുള്ള MLA മോൻസ് ജോസഫും LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി വിഭാഗത്തിലെ സ്റ്റീഫൻ ജോർജുമാണ് മത്സരിക്കാനെത്തിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ പ്രബല കക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള കോൺഗ്രസുകളുടെ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രക്രിയയെ എത്രമാത്രം ബാധിച്ചു എന്നുള്ള വിഷയവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ ഉള്ള സഞ്ചാരത്തിലൂടെ സ്റ്റാർ വിഷൻ ചാനൽ വിധി പറയും മുമ്പേ എന്ന പരിപാടിയിലൂടെ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടർമാരും എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ മത്സരത്തെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ ദൃശ്യമാകുന്നത്. സ്റ്റാർ വിഷൻ ചാനലിൻ്റെ വിധി പറയും മുമ്പേ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ സംഘം എത്തിയിരിക്കുന്നത് ഇപ്പം കടുത്തുരുത്തി മണ്ഡലത്തിലെ കടപ്പളാമറ്റത്താണ്. കടപ്പളാമറ്റത്തെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരിവിടെയുണ്ട്. നമുക്ക് ചേട്ടന്മാരോട് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കാണുന്നത്, എത്രമാത്രം വാശിയായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. LDF വീണ്ടും തുടർഭരണം വരും. കടുത്തുരുത്തി സ്റ്റീഫൻ ജോർജ് ജയിക്കും. പാലായി ജോസ് കെ മാണി വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കും. നമ്മുടെ ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം എങ്ങനെയായിരുന്നു? ഈ കുറേ കാലങ്ങളായിട്ടും മോൻസ് ജോസഫ് ആയിരുന്നല്ലോ. ഇവിടെ യാതൊരു വികസനവും ഇല്ല. ഒരൊറ്റ റോഡില്ല കൊള്ളാവുന്നത്. മുഴുവൻ കട്ടർ പിടിച്ചും വീതി ഇല്ലാതെ കിടക്കുക. എപ്പോഴാണ് വണ്ടി മറിഞ്ഞ് ആളിയാണെന്ന് അറിയത്തില്ല. ഒരു സൈക്കിളിന് പോലും പോകാൻ പറ്റില്ല. അതുപോലെ വീതി കുറവാണ് വഴിക്ക്. ഈ രാഷ്ട്രീയം ഈ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട്, വികസനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. നേരം എടുത്താൽ അതിൻ്റെ ചർച്ചയുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാളും സംഗതി ചൂടാ. LDF വൻ വിജയത്തിൽ വരുമെന്നാണോ? LDF ഒരു വൻപിച്ച വിജയം വരും. LDFകാർ ഓർക്കുന്നേക്കാളും കൂടുതൽ ഭൂരിപക്ഷം LDF കയറി വരും. LDFിൻ്റെ വലിയ ഒരുപാട് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ജയിക്കാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. നമ്മുടെ ഈ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവിടെ വലിയ കൂടിയ വികസനമൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണോ ഇല്ലയോ എന്ന് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നമുക്കറിയാം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും മറ്റ് ജനങ്ങളുടെയും എല്ലാ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നുള്ള കാര്യം ഒരു ഇലക്ഷനാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. ജനങ്ങൾക്കെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വോട്ട് ചെയ്യും ആരായാലും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വെച്ച് നോക്കുമ്പോൾ പഴയ ആളിനൊരു ചെറിയ മുൻതൂക്കമുണ്ട്. പിന്നെയുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മോൻസ് ജോസഫ് നല്ല പ്രവർത്തനമാണ്. സാറ് ജയിക്കുമെന്നാണ്, 100% ജയിക്കും. നല്ല പ്രവർത്തനമാണ് സാറ് നടത്തുന്നത്. അപ്പോൾ നല്ല പ്രവർത്തനമാണ്. റോഡുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ്. നല്ല കുഴപ്പമില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും വികസനമാണോ അതോ രാഷ്ട്രീയമായി? വികസനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഒരു വികസനവും നടന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ഈ കുമ്മണ്ണൂർ വെമ്പള്ളി റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇടിഞ്ഞു പോയിട്ട് 1 വർഷമായി. MLA വന്നതല്ലാണ്ട് അതിലൊന്നും ചെയ്തിട്ടില്ല. ഈ മണ്ഡലത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കാണുന്നില്ല. പിന്നെ മോൻസിൻ്റെ കുറേ നേട്ടങ്ങൾ, റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ മോൻസ് ചെയ്തിട്ടുണ്ട്. വികസനം കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഇപ്പോൾ LDF പറയുന്നത് ഒന്നും വികസനം നടന്നിട്ടില്ല എന്നും പറയുന്നു. ഈ 2-3 മാസം മുമ്പ് വരെ ഇവരെല്ലാം ഒന്നിച്ചാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. എല്ലാ രാഷ്ട്രീയത്തിൽ വികസനം പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല. നമുക്ക് മോൻസ് ജയിക്കുന്നത് എനിക്കിഷ്ടം. മോൻസ് ജയിക്കുന്നത് എനിക്കിഷ്ടം. രാഷ്ട്രീയത്തിൽ പറയുന്നത് എപ്പോഴും നല്ല മറ്റനാണ്, ഒരു ഉപകാരമൊക്കെ ചെയ്യുന്നതാണ്. രണ്ട് പാർട്ടിക്കാരും മാറി മാറി ചെയ്യുന്നു. ഉണ്ട്. ഇതൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ
കുഴപ്പമില്ല ഈ ഭരണം പിണറായി നിലവിലുള്ള എം എൽ എ ആ ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന മരങ്ങാട്ടുപള്ളി ടൗണിലാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണും? തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം നല്ല മത്സരമായിരിക്കും. ഈ വികസനമായിരിക്കും അതോ രാഷ്ട്രീയമായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രീയമായിരിക്കും. ഇവിടെ എംഎൽഎ മാറി നിൽക്കുന്ന കാരണം കൊണ്ട് നല്ലൊരു മത്സരം നടക്കുക. തോന്നുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ വികസനമൊന്നും നടക്കുന്നില്ല. വാഗ്ദാനങ്ങളേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. ഈ പഞ്ചായത്തിലും എൻ്റെ പഞ്ചായത്തിലൊന്നും ഒരു പൈസയും കാര്യമായിട്ട് കിട്ടുന്നില്ല. ഒരു പൈസ തന്നെ ഇല്ലെന്ന് പറയാം. കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ഈ ഓരോ സമയത്ത് വരുന്നവരും ഓരോ വാഗ്ദാനവും പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോവുക. ഇവരെ ആരും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഇതാ എൻ്റെ അനുഭവം. ഞാനും ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ പറയുന്നവരൊക്കെ അവരുടെ കാര്യം നടക്കാൻ നമ്മളെ ഈ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക. ഇതാ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതവർ വന്നാലും ഇത് തന്നെ കളയും. വ്യക്തിപരമായിട്ട് ആളുടെയും കൂടെ നോക്കിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത ഭൂരിപക്ഷത്തിൽ വരുമെന്നുള്ള അതിൻ്റെ ഒരു അതായത് മാറ്റം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ മാറ്റം വരും. വികസനം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വികസനം ആവശ്യം കിട്ടേണ്ടത്. പണം എങ്ങനെ ഉണ്ടായി എങ്ങോട്ട് പോകുന്നുള്ള പൊതുജനം അറിയേണ്ട കാര്യമില്ല. അവർക്ക് വികസനം കിട്ടണം. വഴി വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, ആഹാരം വേണം. ഇതിന് ഏകദേശം കൊടുക്കുന്നുണ്ട്. പൊതുവേ പറഞ്ഞാൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരു ചർച്ചാ വിഷയമാണ്. കാരണം മുന്നണി വിട്ടുമാറിയതിൻ്റേതായ ഒരു കുറേ ആളുകൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്. ചില ആളുകൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നു. എന്തും വരട്ടെ, ആരുടെയെങ്കിലും കൂടിയേക്കാം. ചിലർക്ക് തന്നെയുണ്ട് ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ അങ്ങ് നിന്നേക്കാം, എൻ്റെ നേതാവ് ഏതാണോ അയാളങ്ങോട്ട് മറന്നു ആ കൂടുതലേക്ക് പോയേക്കാം. അങ്ങനെ പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നാടിൻ്റെ വികസനത്തിനായിട്ട് വഴികളും കാര്യങ്ങളും എന്നുള്ള എല്ലാ മേഖലകളിലും അതുപോലെ ജനകീയനാണ് ആൾ. അതുകൊണ്ട് മോൻസിന് ചാൻസായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തോന്നുന്നത്. എനിക്ക് ഇത്തിരി താല്പര്യം കൂടുതലുണ്ട്. ഈ നാട്ടിലുള്ള ആളായതുകൊണ്ട് സ്നേഹവും ബഹുമാനം തോന്നുന്നുണ്ട്. മോൻസ് ജോസഫ് ആണല്ലോ ഇപ്പോൾ നിലവിൽ എം എൽ എ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് അഭിപ്രായം? നല്ല അഭിപ്രായം പറയുള്ളൂ ഞാൻ. നല്ല അഭിപ്രായമാണ്. വീണ്ടും അദ്ദേഹം തന്നെ വരാനുള്ള സാധ്യത നിലയുണ്ട്. നല്ല ആൾക്കാർ നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടും ആൾക്കാർക്ക് അഭിപ്രായം ഉള്ളതുകൊണ്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. വികസനം ഒന്നാമതായിട്ട് വരും. പിന്നെ ഈ രാഷ്ട്രീയമാണ് ഇവിടെ എല്ലാവരും സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമേ ചർച്ച ചെയ്യുള്ളൂ. വികസനം ചർച്ചയിൽ വരികയില്ല കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ അത് ആർക്ക് അനുകൂലമായി വരാനാണ് സാധ്യത? ഇവിടെ കേരള കോൺഗ്രസ് അനുകൂലമായിട്ട് വരും. കേരള കോൺഗ്രസുകളാണ് രണ്ടും പേര്. അപ്പോൾ സ്റ്റീഫൻ ജോർജാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, UDFിൻ്റെ ആയിട്ട് മോൻസ് നിലവിലുള്ള MLA. അപ്പം ഇതിൽ ആർക്കായിരിക്കാം ഏറ്റവും കൂടുതൽ? കാരണം സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ മോൻസ് ജോസഫാണ് ഇവിടെ 10-12 വർഷമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതായിരിക്കും മുന്നോട്ടും കിട്ടുക എന്നുള്ളതാണ് കണക്കാക്കാൻ പറ്റുക സാധ്യത. വികസനം ആരിൽ നിന്ന് കൂടുതൽ വരുന്നു അയാളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. നിലവിലുള്ള MLAയുടെ പ്രവർത്തനത്തിൽ ഈ കാലഘട്ടത്തിൽ 2-3 ടേമായി തരക്കേട്ടില്ലായിരുന്നു. ഇനി വരുന്നത് അതിൽ വലുതാണോ ചെറുതാണോ എന്നറിയത്തില്ല. അവസരങ്ങൾ കൊടുക്കണമല്ലോ എന്ന് വെച്ചെന്നാൽ ഈ ആളിനെ തള്ളിക്കളയുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഇച്ചിരി താല്പര്യം കാണിക്കുന്നവർ ഇവരെല്ലാവരും പറഞ്ഞിട്ട് പോവുള്ളൂ, ഒന്നും ഇങ്ങോട്ട് തരാറില്ല. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ധനകാര്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ അവൻ്റെ 2 പോക്കറ്റിലും കാര്യമാക്കിയേ ഒരു വിടുകയുള്ളൂ. ഈ രൂപ ആണെങ്കിൽ 2 പോക്കറ്റിൽ ഇടും, പാൻ്റാണെങ്കിലും 2 പോക്കറ്റിൽ ഇടും. അങ്ങനെ ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് രാഷ്ട്രീയക്കാർക്ക്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന രാഷ്ട്രീയം ഇല്ലാതെ നിൽക്കുന്നത്. നമുക്കൊരു നീതീകരിക്കാവുന്ന യാതൊരു പരിപാടി ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടാകത്തില്ല. പിന്നെ ആരെ ജയിപ്പിക്കണം? ആർക്കെങ്കിലും വോട്ട് കൊടുക്കാനില്ല. നോട്ട ഉണ്ടെങ്കിൽ നോട്ടാ കൊടുക്കും, അതില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൊടുക്കണമല്ലോ. അതിന് വേണ്ടി കൊടുക്കാതിരുന്ന പ്രശ്നമാണ് അതല്ലേ. വോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവരും വിരോധികളാണ്. അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പം നോട്ട ഇല്ലാതെ ആർക്കെങ്കിലും കൊടുക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോഴത്തെ ഒന്നുമില്ല, ഒരു താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറവലങ്ങാട് ടൗണിലാണ്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ചാഞ്ചാട്ടമുണ്ടല്ലോ, ചാടിക്കളി, അതാണിപ്പോൾ അതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്. അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതല്ലാതെ അതായത് നമ്മുടെ വികസനത്തെ മുന്നിൽ നിർത്തിയല്ല ഇവരുടെ ഇപ്പോഴത്തുള്ള പോക്ക്. ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി എല്ലാ പാർട്ടിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജോസ് കെ മാണി വിഭാഗം പാളയം മാറിയത്, അതായത് മുന്നണി മാറിയത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇടതുപക്ഷ പാർട്ടിയുമായിട്ട് ഒത്തുപോകുന്നത് കൊണ്ട് ഒരു പക്ഷേ അത് വൻ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനം വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇടതുപക്ഷത്തിനാണ് തന്നെ ചാൻസ് വരുന്നത്. കേരളത്തിലാണ് ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇടതുപക്ഷം തന്നെ തുടർഭരണം കൊണ്ടുപോകാനാണ് സാധ്യത. കാരണം ഇവർക്കൊക്കെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് മറ്റുള്ള പാർട്ടിക്കാരെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഇടതുപക്ഷം തന്നെയായിരിക്കും മുന്നിൽ വരാൻ സാധ്യത എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. തീർച്ചയായിട്ടും തുടർഭരണം തന്നെ വരും തന്നെ വിശ്വാസം. ഈ മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് മോൻസ് ജോസഫ് നിലവിലുള്ള MLA ചില വാദങ്ങളുണ്ടല്ലോ. വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മോൻസ് ജോസഫിനെ കുറിച്ച് അങ്ങനെ വലിയ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മണ്ഡലത്തിലെ വലിയ പുരോഗമനോ കാര്യങ്ങളോ. ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പം ഞാൻ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ മോൻസ് ജയിക്കാനാണ് സാധ്യത ഇപ്പം വന്നേക്കണം. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കാനുമുണ്ട്. ഇനി ഒരുപാട് നടത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ മേഖലയാണെങ്കിലും ഇപ്പം ഒരു റോഡാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഓടുന്നത്. ആ വണ്ടി ഓടുന്ന റോഡിനൊരു കട്ടർ പോലും അടച്ചിട്ടില്ല ഇവരെ. ആ വഴിക്കാണ് ഒന്നും അനുവദിച്ചില്ല. അതിന് അനുവദിച്ച പൈസ വേറെ റോഡിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ മോൻസിൽ നിന്നൊരു വീഴ്ച ഇവിടെ ഉണ്ട്. BJP ഒന്നും ഇവിടെ ക്ലച്ച് പിടിക്കില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്നേക്കണേ അങ്ങനെയല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ മോൻസിന് ജയിക്കാനുള്ള സാധ്യത. ഞങ്ങൾ രാഷ്ട്രീയക്കാരൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ മുന്നണി മാറ്റം, ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം ഇവിടെ പ്രതിഫലിക്കും. മുന്നണി മാറ്റം ഇവിടെ അത് അലങ്കോലമായി പോകുള്ളൂ. കാരണം അവർ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം 2 പ്രാവശ്യം തോറ്റ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ മറ്റേ ചുറ്റുള്ള എല്ലാ ഏരിയയിലും കവർ ചെയ്ത് നിൽക്കുന്നത് MLA ആണ്. അനുകൂലമായ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്ന പിണറായി മുഖ്യമന്ത്രിയുടെ അതാണ് നമുക്ക് വലിയ. പുള്ളി ആവശ്യത്തിന് ഞങ്ങൾക്ക് കിറ്റ് തരുന്നുണ്ട്, പെൻഷൻ കാശ് കൂട്ടി തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പം നമ്മളെ രക്ഷിക്കുന്ന അവർക്ക് വേണ്ട നമ്മളെന്തും ചെയ്യാം. അതാണ് നമുക്ക് ഉള്ളത്. സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യവൃത്തിക്കുള്ള വിഷയമാണല്ലോ. പിന്നെ കേരള കോൺഗ്രസ്സുകാർ ഇതും ചർച്ച ചെയ്യപ്പെടും, അത് ഉറപ്പാണ്. പിന്നെ നാടിൻ്റെ വികസനം തന്നെയാണ് ആര് ജയിച്ചാലും. ഏത് കേരള കോൺഗ്രസ് ആണെങ്കിലും അത് തന്നെയല്ലേ ചർച്ച ചെയ്യുന്നത്. വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വരുമല്ലോ. അതാണ് അതിൻ്റെ അകത്തൊരു സത്യസ്ഥിതി. അത് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുള്ളി LDF ഇരുന്നപ്പോഴാണ് കൂടുതൽ വന്നന്ന് മന്ത്രിയായാലും. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണം എങ്ങനെയെങ്കിലും മാറണം. ഇവിടെ കപ്പയ്ക്ക് ഏത്തക്കൊലയ്ക്ക് 30 രൂപ പ്രഖ്യാപിച്ചതാണ്. 20 രൂപ വരെ കിട്ടുന്നില്ല. ഇഞ്ചിക്ക് യാതൊരു വിലയില്ല. കൊടുക്കുന്ന ഒരു സാധനത്തിനും വിലയില്ല. ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സാധനത്തിന് നിങ്ങൾക്കറിയാമല്ലോ. വികസനമല്ലല്ലോ മനുഷ്യൻ നോക്കുന്ന അവൻ്റെ ഞാൻ കൃഷിക്കാരനാണ്. എൻ്റെ പറമ്പിൽ കപ്പ എലിക്കുന്നു നശിപ്പിച്ച് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട. ഇഞ്ചി ഇന്നാൾ ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് 2 ചാക്ക് കൊടുത്തിട്ട് ആർക്കും വേണ്ട. പിന്നെ ഏറ്റവും ഒടുവിൽ 26 രൂപയ്ക്ക് വിറ്റു. 26 രൂപയ്ക്ക് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ എങ്ങനെ അതും ഇവിടെ അവിടത്തേക്കായി കഷ്ടമാണ്. ഇവിടെ അവിടെ പിന്നെ 1000 ഏക്കറുള്ളവനാണ്. ഞാൻ വെറും 1.25 ഏക്കറുള്ളവനാണ്. വെറും 1.25 ഏക്കറുള്ളവനാണ്. ഒരു വിധത്തിലും വാഴക്കൊലയ്ക്ക് യാതൊരു വിലയില്ല. ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും വിലയില്ല. കപ്പ, ഇഞ്ചി ഇതല്ലാതെ പിന്നെ എന്നതാ എത്തിക്കൊടുത്തിട്ട്. മുന്നണി മാറ്റം അത് ഈ മുന്നണി അണികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഒത്തിരി സ്ഥലത്ത് വന്ന് ബന്ധപ്പെട്ടതിന് ശേഷമാണ് പുള്ളി അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് അണികൾക്ക് സമ്മതമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം കാര്യമായ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. വികസനം അത്യാവശ്യം ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കുറേയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അത് പോരാ, പലതും പോരാ.
പുള്ളിയുടെ ഇതനുസരിച്ചുള്ള ഇത് വന്നിട്ടില്ല. കുറേ കൂടിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDP ആയിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF കൃത്യമായിട്ട് അധികാരത്തിൽ വരും. കാരണം ഒന്ന്, ജോസ് കെ മാണിയുടെ വരവുണ്ട്. രണ്ട്, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏതാണ്ട് ദൈവത്തെ പോലെയാണ്. പിണറായി വിജയൻ എന്ന് പറയുമ്പം പലരും എന്നോട് പറയാറുണ്ട്, പിണറായി കാരണം ഞങ്ങൾ പട്ടിണി കിടക്കുന്നില്ല. ആ കിറ്റൊക്കെ കിട്ടുമ്പോൾ ഓരോ കള്ളന്മാരുടെയൊക്കെ സന്തോഷം കണ്ടാൽ നമുക്ക് പിണറായിനെ മറക്കാൻ പറ്റില്ല. ഈ 4 തവണയായിട്ട് അടുപ്പിച്ച് മോൻസ് ജോസഫ് MLA ആണല്ലോ. അല്ല, വികസനത്തിൻ്റെ കാര്യത്തിൽ പുള്ളി എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിന് പരമാവധി മണ്ഡലത്തെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. മണ്ഡലത്തെ അങ്ങനെ അവഗണിച്ചെന്നൊന്നും ഞാൻ പറയില്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനും പറ്റില്ല. പക്ഷേ അയാളത്തെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് ഇതാണ്. BJPക്ക് വല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും? BJPക്ക് അങ്ങനെ ഒരു സാന്നിധ്യം ഒന്നും പറയാനൊന്നുമില്ല. അത് കാരണം അവരുടെ രാഷ്ട്രീയമില്ല, അതിനും കൊണ്ട് പറ്റുന്ന. അവർക്ക് വ്യക്തമായ ഒരു കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അന്ധമായി പിണറായിനെ വിമർശിക്കുകയാണ്. ഇവർ ഒന്നിലെ UDPനെ വിമർശിക്കണം, അല്ലെങ്കിൽ പിണറായി ചെയ്യുന്ന പ്രവൃത്തിക്ക് അംഗീകാരം വേണം. ഇവർക്ക് പ്രതിപക്ഷത്ത് എങ്കിലും വരാനുള്ള സാധ്യത വന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് UDP ഇല്ലാതാണ്. UDP പിന്നെ 3ാം സ്ഥാനത്തേക്ക് മാറാനുള്ള ബുദ്ധിയില്ല ഇവർക്ക്. ഇത് രമേശ് ചെന്നിത്തല രാവിലെ പ്രസംഗം നടത്തും, വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് പിണറായിക്കെതിരെ സംസാരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ മോൻസ് ജോസഫ് അദ്ദേഹം നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. സ്റ്റീവൻ ജോർജ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുന്നണി മാറ്റങ്ങളെ സംബന്ധിച്ച് എനിക്ക് അത്ര പറയാനറിയില്ല. എങ്കിലും LDFിൻ്റെ ഭരണത്തോട് എനിക്ക് വളരെ താല്പര്യമാണ്. ഇതൊരു അനിശ്ചിതത്വത്തിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം 140 സീറ്റിൽ 70 സീറ്റ് തയ്ക്കാൻ എല്ലാ പാർട്ടിക്കാരും ബുദ്ധിമുട്ടുമെന്നാണ് തോന്നുന്നത്. ഈ മണ്ഡലത്തിൽ ഇപ്പം 4 പ്രാവശ്യം തുടർച്ചയായിട്ട് മോൻസ് ജോസഫ് ആയിരുന്നല്ലോ MLA. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ ഇത്രയും കാലത്തെ ഇതിനെ വിലയിരുത്തപ്പെടുമോ, അതോ പുതിയൊരു മുഖം പരീക്ഷിക്കണമെന്ന് ചിന്തിക്കുമോ? എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ കാര്യം? ഇവിടെ എല്ലാവരും പറയുന്നത് മോൻസ് ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് UDFിൻ്റെ ഒരു മണ്ഡലം എന്ന നിലയിൽ കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ അടിയിടേണ്ട ഒന്നുമല്ല, വികസനമാണ് ആളുകൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പ്രാവശ്യവും മോൻസ് ജോസഫ് സാറ് തന്നെ കയറിപ്പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. എന്തുകൊണ്ടാണ്? അതെന്താണ് അങ്ങനെ പറയുന്നത്? പല വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സമുണ്ട്. ഇതൊക്കെയാണ് കാരണങ്ങൾ. കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെ ആയതല്ലോ. ഇവർ രണ്ടുപേരും ആശാനും ശിക്ഷനും അല്ലേ. അപ്പോൾ പിന്നെ അതിനകത്ത് തന്നെ പിന്നെ മാണി, പിന്നെ ജോസഫ്, ഇവിടെ മാണിക്ക മുൻതൂക്കം. എന്നെ സമീപിക്കാന്ന് വെച്ചാൽ മോൻസ് നല്ലൊരു നേതാവായിരുന്നു. എന്നാലും 2 പ്രാവശ്യം ജയിച്ചു പോയതല്ലേ. അടുത്തൊരാൾക്കൊരു അവസരം കൊടുത്ത് സ്റ്റീവൻ ഇവിടെ ജയിച്ചിട്ടുള്ള ആളാണ്. ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മുന്നണി ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറാറുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി ആണ് സ്റ്റീവൻ ഉള്ളത്. ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അഴിമതിയാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പം നിലവിലുള്ള പാർട്ടീന് ഇവിടെ താല്പര്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF അല്ലേ. അപ്പം ഇവർ ഒത്തിരി അഴിമതിയൊക്കെ കാണിച്ച് അതിനൊന്നും പുറത്തു വരാതെ അതിൻ്റെ റിപ്പോർട്ട് ഒരു ദിവസം പത്രത്തെ വരും, പിറ്റേ ദിവസം വരികയല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പറയുന്നുള്ളൂ. മോൻസ് ജോസഫ് കുഴപ്പമില്ല. ഞാനൊരു LDF അനുഭാവിയാണ്. തുടർ ഭരണം കിട്ടുമെന്ന് എനിക്ക് ആത്മവിശ്വാസമാണ്. സ്റ്റീവൻ ജോർജ് ഈ മണ്ഡലത്തിൽ അത്രയും ജയിക്കുമെന്നൊരു സാധ്യതക്കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് മുന്നണി മാറിയ വ്യത്യാസം അനുസരിച്ച് ഈ മുന്നണി മാറ്റം അണികളിൽ അതിർത്തി ഉണ്ടാക്കി അത് മിക്കവാറും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടം വരുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം LDF ചായ്വ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് പ്രവർത്തനം
ഏകീകരിച്ച് പോകുന്ന ഘട്ടത്തിൽ അത് കറക്റ്റായിട്ട് വരും. അതേ അഭിപ്രായമുണ്ട്, നല്ല അഭിപ്രായം. അത് സാറ് നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെന്നുള്ള നമ്മുടെ അഭിപ്രായം. ഞാൻ അപ്പോൾ കള്ളത്തരം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷെ സാറിനെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മാഞ്ഞൂർ പഞ്ചായത്തിലെ കടുത്തുരുത്തി മണ്ഡലത്തിലെ മാഞ്ഞൂർ പഞ്ചായത്തിലെ കുറുപ്പന്തറ ജംഗ്ഷനിലാണ്. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ പറ്റിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അതിജീവിച്ച് കാര്യങ്ങളെ പറ്റിയായിരിക്കും കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ ഫ്ലഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും എങ്ങനെയാണ് സർക്കാർ ഇതിനെയൊക്കെ അതിജീവിച്ചത്. ഞങ്ങളെപ്പോലുള്ള ഞങ്ങളൊക്കെ പ്രവാസികളാണ്, ജോലിയില്ലാതെ വന്നു. നാട്ടിൽ വന്നപ്പോഴത്തേനും ഒരു നിവൃത്തിയില്ലാതെയാണ് കടകളൊക്കെ തുടങ്ങിയത്. എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു ജീവൻ പകരുന്ന രീതിയിലുള്ള പുതിയൊരു സർക്കാരിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോകുന്ന രീതിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മോൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. എപ്പോഴും മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം കാണാൻ കഴിഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും കടുത്തുരുത്തി ബൈപ്പാസ് കുറേ നാളായിട്ട് നമ്മൾ നോക്കിയിരുന്ന കാര്യമാണ്. അതൊക്കെ നടന്നോ എന്നുള്ളതിനെപ്പറ്റി വസ്തുപരമായ കാര്യമാണ്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കടുത്തുരുത്തി എന്നും കടുത്തുരുത്തി പോലെ തന്നെ നിൽക്കുന്നു, വലിയൊരു മാറ്റമൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് നടക്കണമെന്ന് നമുക്കറിയത്തില്ല. വരട്ടെ, കാണാം. NDAക്ക് ഒരു പ്രസക്തി ഈ നാട്ടിലില്ല, ഒട്ടുമില്ല. നമ്മുടെ ഈ നാട്ടിൽ നിന്നും കേന്ദ്രമന്ത്രിയായിരുന്ന ആളെ പോലും കാണാനില്ല. അതൊരു പ്രസക്തി കൊണ്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും UDF LDF, അതും കടുത്തുരുത്തി എന്ന് പറയുമ്പം കേരളം മുഴുവൻ മുന്നോട്ട് നോക്കുന്നൊരു മണ്ഡലമാണ്. കേരള കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലമായിരുന്നു ഇത്. ഈ രണ്ടായിട്ട് പിരിഞ്ഞു പോയത് കാരണം അതിലുള്ള എന്താണെന്ന് ഇനി ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളിൽ എങ്ങനെയാണെന്നുള്ളവരെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ആരോടും വ്യക്തിപരമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനതങ്ങനെ പറയുന്നില്ല. കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് വികസനമായിരിക്കും അതോ ഇവിടുത്തെ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയമായിരിക്കും? കേരള കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയായിരിക്കും. വികസനത്തിന് ഈ മണ്ഡലത്തിൽ വലിയ കുറവൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ ബലാബലം മാത്രമേ ഇവിടെ ചർച്ചയാവുന്നുള്ളൂ. ചർച്ച മാത്രമല്ല, പിന്നെ ഇത് പൈസ കൊടുത്തുള്ള ജയം മാത്രമേ ഈ പ്രാവശ്യം നടക്കുള്ളൂ. പൈസ ഉള്ളതും ജയിക്കും. അല്ലാതെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വലിയ പുറയിലൊന്നുമല്ല. ആക്ഷേപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സർക്കാരിൻ്റെ കാലത്ത് അതങ്ങൾ ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതേ ഉള്ളൂ. അല്ലാതെ MLA ശ്രമിക്കാതിരുന്നിട്ടൊന്നുമല്ല. പുള്ളി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്ന് പുള്ളി ജോസഫ് ഗ്രൂപ്പിലോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ അവർ പാർട്ടി മാറി കഴിഞ്ഞപ്പോഴത്തേനും സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അത് അനുമതി കിട്ടിക്കിടക്കുന്നതാണ്. പക്ഷേ ഫണ്ട് അനുവദിക്കാതെ പുള്ളി ഒറ്റയ്ക്ക് എന്നാ ചെയ്യാനാണ്? ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ LDFിലേക്കുള്ള ജോസ് കെ മാണിയുടെ മാറ്റം? തീർച്ചയായിട്ടും. അത് ഈ പഞ്ചായത്ത് ഇലക്ഷന് ഓരോ വ്യക്തികളുടെ നോക്കി വോട്ട് കിട്ടിയെന്നുള്ളതല്ലാതെ നിയമസഭാ ഇലക്ഷന് ആ വോട്ട് പ്രതീക്ഷിച്ചെന്ന കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LDF ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു പകുതി പോലും LDFന് അനുകൂലമായിട്ട് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടുന്നത്. NDAയുടെ നിലപാട് എങ്ങനെയാണ്? NDAയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ഇത് ഈ മണ്ഡലത്തിൽ? NDA ഈ മണ്ഡലത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയല്ല. NDAക്ക് ആളിപ്പോൾ കൂടിയെന്ന് പറഞ്ഞാൽ ഓരോ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് 7 പേരൊക്കെ കൂടി കഴിയുന്ന ഓരോ ഫണ്ടും ഓരോ ട്രസ്റ്റൊക്കെ ആക്കി ആളെ പിടിക്കുന്നുണ്ട്. പൈസ മുടക്കി കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതി ഉള്ളതുകൊണ്ട് കുറച്ച് പേര് ആ കൂടുതൽ നിൽക്കുന്നു. എന്ന് പറഞ്ഞാലും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ എനിക്ക് വികസനം വരുള്ളൂ. ഞങ്ങളുടെ മണ്ഡലത്തിൽ വികസനം വരുള്ളൂ. അപ്പം മോൻസാണ് അതിൻ്റെ ബൈപ്പാസ്. അത് നേരത്തെ ആയിരിക്കുന്നതാണുള്ളത്. ഇപ്പം എന്ത് സംഭവം അറിയത്തില്ല തിരിച്ചു കിടക്കുന്നത്. ഒരു വർഷത്തിൽ നിലം തയ്യാറായില്ലെന്നുള്ളതല്ല. ഇപ്പം ബൈപ്പാസ് നിർമ്മാണം അത് ഒരു വേണ്ടൊക്കെ പണി ആയി കിടക്കുകയാണുള്ളത്. മുമ്പോട്ട് ഒരു പണി തീരും. മാറ്റം പ്രതീക്ഷിക്കണ്ട. കടുത്ത മണ്ഡലത്തിൽ മാറ്റം പ്രതീക്ഷിക്കണ്ട. ഇവിടെ കേരള രാഷ്ട്രീയം കൂടുതലും ജാതിയായിട്ടാണ് നോക്കിയാണല്ലോ കേരള രാഷ്ട്രീയം നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യ രാഷ്ട്രീയം കൂടുതലും ജാതിയാണ്. അതിനകത്ത് പിന്നീടാണ് രാഷ്ട്രീയം വരുന്നത്.
പിന്നീടാണ് വികസനം വരുന്നത്, പിന്നീടാണ് വ്യക്തികളെ നോക്കുന്നത്. അപ്പം ജാതി രാഷ്ട്രീയമാണ് ആദ്യം വരുന്നത്. എവിടെയും ജാതികളെ നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാറ്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഏത് എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അവിടുത്തെ ജാതിയുടെ മതം മാത്രമല്ല ജാതിയിലാണ് നോക്കുന്നത്. ഇവിടെ മാഞ്ഞൂർ കടുത്തുരുത്തി മണ്ഡലത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരു ക്രിസ്ത്യൻസ് അല്ലാത്ത ഒരു UDF-ലുമായിട്ട് ക്രിസ്ത്യൻസ് അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇന്ത്യക്ക് ജനാധിപത്യത്തെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം ഈ ജാതി ഇല്ലെന്ന് പറയുന്നവർ പോലും ജാതി നോക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ നിർണ്ണയം അത് മാറിയാലേ ശരിയായ ജനാധിപത്യത്തിൻ്റെ അർത്ഥം ജനങ്ങളിലേക്ക് എത്തപ്പെടാൻ, അതിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടുപേരും അപരിചിതരല്ല. സ്റ്റീഫൻ ജോർജിനെ പോലെ തന്നെ മോൻസും തോൽവി നേരിട്ടുള്ള ആളാണ്, ജയിച്ചിട്ടുള്ളതാണ്. രണ്ടുപേരും തോൽവിയുണ്ട്, രണ്ടുപേരും ജയിച്ചിട്ടുമുണ്ട്. മൂന്നാമത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് രംഗത്ത് കണ്ടിട്ടില്ല. കാര്യമായ സ്വാധീനം ഞാൻ LF-ൻ്റെ UDF-ൻ്റെയാണ് ജാതിയുടെ രാഷ്ട്രീയം പറഞ്ഞത്. ചേച്ചി എങ്ങനെയാണ് ഈ വോട്ടിങ്ങിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയായിരിക്കാം? നമുക്കുള്ള സഹായങ്ങൾ കിട്ടാനൊക്കെ വേണ്ടേ നമ്മൾ ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ ചെയ്തിട്ട് ആർക്കും ഇല്ലാതെ പോയാലും മോൻസ് ജയിക്കാൻ സാധ്യതയില്ലെന്നാണ് തോന്നണത്. എന്നാന്ന് വെച്ചാൽ ഇവരെല്ലാം ഒന്നിച്ചായതുകൊണ്ട് ഇവന് പാടാന്നാണ് തോന്നണം. വികസനത്തിനായിരിക്കും കൂടുതൽ അല്ലേ? ഞങ്ങളൊക്കെ ചെയ്യാറുള്ളതായിരുന്നു. ഇത്തവണ ഇങ്ങനെ പലതരം മറിഞ്ഞു കിടക്കണോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം ഈ കേരള കോൺഗ്രസുകളുടെ ബലാബലം ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് കടുത്തുരുത്തി. ഇവിടെ പ്രതിഫലിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു BJP അനുഭാവിയാണ്. ഞങ്ങളുടെ വോട്ടിൻ്റെ ഇത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. മറ്റതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ചിന്തിക്കണില്ല. ഇവിടെ മോൻസ് ജോസഫ് ഇവിടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയോട് ഞങ്ങൾ താല്പര്യമായിട്ട് പ്രത്യേക താല്പര്യമുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ പുള്ളിയുടെ പേരിൽ ഞങ്ങളെല്ലാം മാറ്റി നോക്കാതെ തന്നെ ഒത്തിരി ആൾക്കാരും അദ്ദേഹത്തിന് വികസനം വേണം. ഇവിടെ കടുത്തുരുത്തി സംബന്ധിച്ച് വികസനം വേണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കടുത്തുരുത്തി മണ്ഡലം ഇപ്പോൾ ഈ 2-3 തവണയായിട്ട് തുടർച്ചയായിട്ട് മോൻസാണല്ലോ. വികസനം സംബന്ധിച്ച് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാട്ടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മുന്നണി മാറിയത് വോട്ടിൽ ഒരുപാട് പ്രതിഫലിക്കും, പക്ഷേ ഭൂരിപക്ഷം കുറയ്ക്കാനാണ് സാധിക്കുകയുള്ളൂ. വിജയം എപ്പോഴും മോൻസ് തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു നിഷ്പക്ഷമാനായ നമ്മുടെ ഒരു വിലയിരുത്തൽ. മോൻസ് അല്ലാതെ വേറെ ആർക്കാ ഇവിടെ നമുക്ക് വേറെ പറയാനില്ല. കാരണം ഈ സ്റ്റീഫൻ ജോർജ് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം MLA ആയിട്ട് പോയതാണ്. വലിയ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങേര് നാട് നന്നാക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അഭിപ്രായ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് ആർക്കുമില്ല. കൂടുതലും വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം വികസനമാണ് മുൻഗണനത്തിൽ പെടുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയപരമായിട്ട് അധികം ചർച്ച ഉണ്ട്. വികസനവും ഉണ്ട്, വികസനത്തെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് മഴക്കാലത്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വെളിയിൽ നിന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് പറയുമല്ല, വ്യക്തിപരമായിട്ട് വികസനം നടന്നിട്ടുണ്ട്. മെയിനായിട്ട് ഈ പുറം റോഡിൽ ഒരു 60 വർഷത്തോളമായിട്ടുണ്ട് വെള്ളം കയറി മുങ്ങിക്കിടക്കുക, ഒരു വണ്ടിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പാലാ റോഡ് വെള്ളം കയറി മുങ്ങിക്കിടക്കുക മഴക്കാലത്ത്. അപ്പോൾ ആപ്പാഞ്ചിറ ഫയർഫോഴ്സിൻ്റെ അവിടെ മെയിൻ റോഡിലേക്ക് വരാനായിട്ട് ഒരു 2 സൈക്കിൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റിയല്ല കടുത്തുരുത്തിയെ സംബന്ധിച്ച്. മോൻസ് ജോസഫ് വന്നാൽ വീണ്ടും കുറേയൊക്കെ വികസനങ്ങൾ നമ്മുടെ കടുത്തുരുത്തിക്ക് ഉണ്ടാകും. മറ്റുള്ള MLA-മാരെ പോലെയല്ല, കഴിവുള്ള ഒരു MLA തന്നെയാണ് മോൻസ് ജോസഫ്. വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം വികസനം നഷ്ടപ്പെട്ടൊരു കാലഘട്ടമായത്. ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വൈക്കം, ഏറ്റുമാനൂരൊക്കെ അടക്കം നോക്കുമ്പോൾ കടുത്തുരുത്തിയിൽ യാതൊരുവിധ വികസനങ്ങളും കണ്ണിൽ കാണാവുന്ന ഒരു വികസനവും വന്നിട്ടില്ല. പിന്നെ ഈ ടൗണിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുക. വെള്ളം പൊങ്ങുമ്പോൾ നമ്മുടെ പുള്ളിത്തോടികളെ വന്ന് കയറി വരുന്നത് ബൈപ്പാസ് ഒരു 20 വർഷമായിട്ട് പൂർത്തിയാകാതെ കിടക്കുക. ഇലക്ഷൻ്റെ സമയത്ത് മാത്രം പെയിൻ്റൊക്കെ അടിച്ച് ഒരു ഇതാതെ വരുന്നതല്ലാണ്ട് യാതൊരു വിധമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. വികസനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ കൊള്ളാം.
ഈ ബൈപ്പാസ് പണിത് കഴിഞ്ഞാൽ അണക്കെട്ട് പോലെ കടുത്തുരുത്തി ടൗൺ വെള്ളം കൊണ്ട് മുങ്ങും. പല കാലങ്ങളിലും യാത്രകൾക്ക് ഭയങ്കര തടസ്സം. ഇത് കാലം പോകേണ്ടതാണ്. നമ്മുടെ ഇത് പറഞ്ഞ പോലെ ശ്രീധരൻ പണിത ഇതുപോലെ. വിധി പറയും മുമ്പേ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കിടങ്ങൂർ ടൗണിലാണ്. ഞങ്ങളെപ്പോലെയുള്ള വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. അത് ആ രീതിയിൽ തന്നെ കാണുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കുകയും അതിനെ വികസനത്തിൻ്റെ ആ കാഴ്ചപ്പാട് ചെയ്ത ഗവൺമെൻറ് ഈ മുൻകാല ഗവൺമെൻറ്റുമായിട്ട് താരതമ്യം ചെയ്തിട്ട് വികസനം എപ്പോൾ ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന കാഴ്ചപ്പാടിൽ തന്നെയായിരിക്കും ഞങ്ങളതിനെ സ്വീകരിക്കുന്നത്. ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇപ്പം 3-4 തവണ മോൻസ് ജോസഫ് എം എൽ എ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ വികസനത്തെ നോക്കിക്കാണും? വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം വികസനം കൂടുതൽ നടക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണപക്ഷത്ത് നിൽക്കുന്ന എം എൽ എ ആണെങ്കിലേ വികസനം നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് മറിച്ച് വരുമ്പോൾ വികസനം പുള്ളി ഭരണത്തിലിരിക്കുമ്പോൾ ഇവിടെ മന്ത്രിയായിട്ടിരുന്നുണ്ട്. അന്നൊക്കെ വികസനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം പ്രതിപക്ഷത്താകുമ്പം അതിൻ്റേതായ മുരടിച്ച് ഉണ്ടാവും. അപ്പം മാറ്റം കൊണ്ടില്ലേലും ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഇത് വർഷം ഉണ്ടാകും. എൻ ഡി എക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇവിടെ എൻ ഡി എ താഴോട്ട് പോകുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിനും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ LDF തന്നെ വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അതിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LDF വീണ്ടും വരും, ഭരണം അങ്ങനെയാണ് വേണ്ടത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കാം? കടുത്തുരുത്തി മണ്ഡലത്തിൽ കാരണം മനുഷ്യനൊന്ന് മാറ്റി ചിന്തിക്കണം. മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ തന്നെ ഇങ്ങനെ പോകുന്ന ഒരു ശൈലി അത് മാറ്റിയിട്ട് മാറി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും LDF രംഗത്ത് വരും. LDF തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാലോ? അതെ, അത് തന്നെ. ഒരു മാറ്റം വേണം. രാഷ്ട്രീയം വികസനം BJPക്കാർ വോട്ടും കിട്ടിയ മോൻസ് ജയിച്ചില്ലേ? BJPക്കാർ സഹായം ചെയ്യുന്ന മോൻസല്ലേ? 5 ലക്ഷം മൊത്തം 4 വർഷം മതി. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് പുള്ളി ഇങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. ഗ്രാമപഞ്ചായത്ത് നോക്കിയിട്ടേ ഇല്ല. അല്ലാതെ മോൻസേ ജയിക്കുള്ളൂ. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇവിടെ വിജയിക്കും. ആര് ജയിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്? മോൻസ് ജോസഫ് ആയിരിക്കുമോ സ്റ്റീഫൻ ജോർജ് ആയിരിക്കുമോ? മോൻസ് ജോസഫ് ജയിക്കുന്നു. കാരണം എന്തായിരിക്കും? കാരണം പുള്ളിയുടെ പ്രവർത്തനം അതുപോലെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പുള്ളി ജയിക്കുകയും ചെയ്യും. ഏത് കാര്യത്തിൽ നമ്മൾ വിളിച്ചാലും എവിടെയാലും പുള്ളി വരുന്നതാണ്. ഞങ്ങൾക്കിഷ്ടം പുള്ളി ജയിക്കുന്നത് തന്നെയാണ് താല്പര്യം. ഞങ്ങൾ ആ മോൻസ് ജോസഫിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. മറ്റേ സാറല്ല ഇത് ജയിക്കുകയുള്ളൂ. പുള്ളിയുടെ വികസനം എല്ലാം വേണ്ട പോലെ നടക്കുന്നുണ്ട്. നല്ല ഇതോടുകൂടി എല്ലാവരും അതിന് താല്പര്യപ്പെടുന്നുമുണ്ട്. ഇതിലിപ്പോൾ എന്നാ പറയുന്നത്, മോൻസ് എതിരെ സ്റ്റീഫൻ നേരത്തെ MLA അല്ലായിരുന്നു. സ്റ്റീഫൻ വരണമെന്നാണ് ആഗ്രഹം. മോൻസിൻ്റെ പ്രവർത്തനം പോരാ. മണ്ഡലത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും LDF തന്നെ കയറണം. ഇതോടെ വിധി പറയും മുമ്പേ എന്ന പരിപാടി സമാപിക്കുകയാണ്. നാളെ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.